ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു ഡിജിറ്റൽ സോംബിയാണോ? ഡിജിറ്റൽ സോംബിയോ അതെന്താണെന്ന് ചോദിച്ചാൽ അത് ചെറിയൊരു എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കി തരാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ എന്തായാലും ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കിന് വേണ്ടി നിങ്ങൾ ഫോൺ എടുത്തിട്ടുണ്ടാകും. ഇന്റർനെറ്റ് ഓൺ ചെയ്ത ഉടനെ എല്ലാ സോഷ്യൽ മീഡിയ, ഗെയിംസ് ആൻഡ് ആപ്സിൽ നിന്നും നോട്ടിഫിക്കേഷൻ വൈറസ് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് എന്തിനാണ് ഫോൺ എടുത്തതെന്ന് തന്നെ നിങ്ങൾ മറന്നുപോയി എല്ലാ ആപ്സും യൂസ് ചെയ്ത് നിങ്ങളൊരു ഡിജിറ്റൽ സോംബി ആയിട്ട് മാറിയിട്ടുണ്ടാകും. പിന്നെ ഒരു 1 ഹവറിന് എല്ലാ ആപ്സും യൂസ് ചെയ്ത ശേഷം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോഴാണ് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിനല്ലായിരുന്നോ ഞാൻ ഫോൺ എടുത്തതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും ഈ മോഡേൺ ഡേ പീരീഡിൽ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു ഇന്റേണൽ ട്രിഗറിലൂടെ ഒരുപാട് ഗെയിമിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ ആപ്സിൽ നിങ്ങളുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടി എക്സ്ട്രീം ഡിജിറ്റൽ സോംബിയായി മാറിയിട്ടുണ്ടാകും നിങ്ങൾ. നമ്മൾ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത റീസൺ തന്നെ നമ്മളുടെ അടുത്തില്ലാത്ത വേറെ നാട്ടിലോ രാജ്യത്തോ ഉള്ള ഫ്രണ്ട്സുമായിട്ട് കണക്ട് ആകാനാണ്. എന്നാൽ ഒരേ ടേബിളിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ അവരെക്കാളും നമ്മുടെ സ്മാർട്ട് ഫോൺ നോട്ടിഫിക്കേഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ലൈക്സ് ചെക്ക് ചെയ്യുന്നതാണ് പുതിയ തരത്തിലുള്ള സ്മോക്കിംഗ്. ഇന്ന് ഒരുപാട് പാരന്റ്സ് അവരുടെ കുട്ടികൾ ഒരുപാട് കുറുമ്പ് കാണിക്കുന്നുണ്ട്, ഓടിക്കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ അടക്കി നിർത്താൻ ഇതുപോലെ സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് സ്ക്രീൻസ് അവരുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ ഇതുപോലുള്ള ഡിവൈസസ് ആൻഡ് ആപ്സ് ഡ്രഗ്സിനേക്കാളും അഡിക്റ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്ട്സ് ആണെന്ന് അവർ അറിയുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, അറ്റൻഷൻ ഈസ് ദ ന്യൂ കറൻസി. നിങ്ങൾ എത്ര നേരത്തേക്ക് ഇതുപോലെ ഫ്രീ സോഷ്യൽ മീഡിയാസ്, ഫ്രീ ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്നോ അത്രയ്ക്ക് അവർ നിങ്ങൾക്ക് ആഡ്സ് കാണിച്ചുകൊണ്ടേയിരിക്കും. ആ ബിസിനസ്സിലൂടെ അവർ റവന്യൂവും ജനറേറ്റ് ചെയ്യും. ഈ കാരണം കൊണ്ടാണ് ഹ്യൂമൻസിന്റെ സൈക്കോളജിക്കൽ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഈ ആപ്പ് സ്ക്രീൻസിന്റെ കളേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്യണമെന്നുള്ള ഇന്റൻഷനിൽ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ സിമ്പിളില്ലേ അവരുടെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിന്റെ കളർ സ്കീമുമായിട്ട് മാച്ച് ആകണമെന്ന് നോട്ടിഫിക്കേഷൻ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനീഷ്യലായിട്ട് ബ്ലൂ കളർ യൂസ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ ആരും അധികം ക്ലിക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നോട്ടിഫിക്കേഷൻ ഐക്കണിലുള്ള ബ്ലൂ കളർ മാറ്റി റെഡ് കളറാക്കി. അതിനുശേഷം നമ്മളെല്ലാവരും ആ നോട്ടിഫിക്കേഷൻസ് കൂടുതലായിട്ട് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും സോഷ്യൽ ക്രീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആൻഡ് കോൺവെർസേഷൻസിനെ വളരെയധികം വാല്യൂ ചെയ്യും. എന്നാൽ ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ റിയൽ ലൈഫ് കോൺവെർസേഷനും ഡിജിറ്റൽ ലൈഫ് കോൺവെർസേഷനും ഒന്നാണെന്ന് വിചാരിക്കാൻ തുടങ്ങി. മനുഷ്യരുമായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ ഓഫ് വോയിസ് എല്ലാം റിയൽ ആയിരിക്കും. നമ്മുടെ റിയൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. എന്നാൽ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ എങ്ങനെ ഫീൽ ചെയ്താലും എല്ലാവരും ഒരുപോലെ ഫേക്ക് ആയിട്ടുള്ള ഇമോജീസ് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മുടെ റിയൽ ഫ്രണ്ട്സിനെ ഒരുപാട് കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കും അവർക്കും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്, ഇന്ന് ഞാൻ ഈ ലൊക്കേഷനിലേക്ക് പോയി എന്ന് നമ്മുടെ ലൈഫ് സ്റ്റാറ്റസിലൂടെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡിജിറ്റലായിട്ട് കണക്ട് ആകുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഐസൊലേറ്റഡ് ആയിട്ട് മാറും. സ്മാർട്ട് ഫോൺ യൂസേജിന്റെ ട്രെൻഡ് ഇതുപോലെ പോയാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നതുപോലെ സ്മാർട്ട് ഫോൺ യൂസേജ് ഈസ് ഇൻജൂറിയസ് ടു മെന്റൽ ഹെൽത്ത് എന്നും ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. സോ ഇതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ മിനിമലിസം. ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞാൽ ലൈഫിന് ഒരു പുതിയ ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇതിൽ നിങ്ങൾ ആവറേജ് പീപ്പിൾസിനെ പോലെ ഇതുപോലുള്ള ആപ്സ് ആൻഡ് ഗെയിംസിന് അഡിക്റ്റ് അല്ലാതെ നിങ്ങളുടെ ലൈഫിന് ശരിക്കും വാല്യൂ ആഡ് ചെയ്യുന്ന ഡിജിറ്റൽ ടൂൾ ആൻഡ് പ്രൊഡക്ട്സ് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് മൈൻഡ്ലെസ് ആയിട്ട് ഒരു സോംബിയെ പോലെ ഒരു ആപ്പ് നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ കോഷ്യസ് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതുമാത്രം ഡിജിറ്റൽ വേൾഡിലൂടെ കൺസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഡിജിറ്റൽ മിനിമലിസം ഫോളോ ചെയ്യുന്നതിന് ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. മെത്തേഡ് നമ്പർ 1, യൂസ് യുവർ ഡിവൈസസ് ഇൻറ്റൻഷനലി. നിങ്ങൾ ഏതെങ്കിലും ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് തീർത്തിട്ട് ഡിവൈസ് ഓഫ് ചെയ്ത് വെക്കുക. ആവശ്യമില്ലാത്ത എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും അത് മൈൻഡ്ലെസ് ആയിട്ട് ക്ലിക്ക് ചെയ്യാതെ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണെന്ന് റിയലൈസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്യുക. ലൈഫിൽ നിങ്ങൾ ശരിക്കും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആപ്സ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്സിൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഫോളോ ചെയ്ത പേജസ് റിവ്യൂ ചെയ്യാൻ തുടങ്ങുക.
ശരിക്കും നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ആ പേജസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ചില അൺവാണ്ടഡ് കണ്ടന്റ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത് അത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്നത് നിർത്തുക. വെറും സോഷ്യൽ മീഡിയ ആൻഡ് ഇന്റർനെറ്റിൽ വരുന്ന കണ്ടന്റ് മാത്രം കൺസ്യൂം ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്ത് ഇന്റൻഷനലായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ഒരു ഡിജിറ്റൽ മിനിമലിസ്റ്റ് ആകാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം. മെത്തേഡ് നമ്പർ 2, സെറ്റ് ടൈം ലിമിറ്റ് ഫോർ ടെക്നോളജി. ഒരു ഡിജിറ്റൽ മിനിമലിസ്റ്റ് ആകാൻ ടൈം മെത്തേഡ് യൂസ് ചെയ്ത് ടെക്നോളജീസിന് നിങ്ങൾ റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ ലീവ് ചെയ്യാൻ തുടങ്ങുക. ഉദാഹരണത്തിന് എവറി ഡേ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിന് ടെക്നോളജി ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഈ ടെക്നോളജി ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ സംസാരിക്കാം. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ എയറോപ്ലെയിൻ മോഡിൽ ഇട്ട് നിങ്ങളുടെ പാരൻസിന്റെ അടുത്ത് കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഡീപ്പ് വർക്ക് മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കുക. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ഫോണിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സോഷ്യൽ ആപ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലാപ്ടോപ്പ് ഓർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ഫോണിൽ നിന്നും ആ ആപ്സ് ഡിലീറ്റ് ചെയ്ത് ലാപ്ടോപ്പ് ഓർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക. ടോക്സിക് ഗ്രൂപ്പ്സ് ആൻഡ് പേജസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഫോളോ ചെയ്യുക. കാരണം നെഗറ്റിവിറ്റിയും നെഗറ്റീവ് കണ്ടന്റും നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ലതല്ല. അവസാനമായിട്ട് ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല അർത്ഥം. എന്നാൽ ഒരു സോംബിയെ പോലെ ടെക്നോളജിയെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കാതെ കോഷ്യസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളൊരു ഡിജിറ്റൽ മിനിമലിസ്റ്റ് ആയിട്ടിരുന്നാൽ ഫേക്ക് വേൾഡിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ റിയൽ വേൾഡിൽ റിയൽ പീപ്പിൾസുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാൽ ന്യൂപോർട്ടിന്റെ ഡിജിറ്റൽ മിനിമലിസം എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.